കേവല ഭൂരിപക്ഷമില്ലാത്ത കുന്നംകുളത്ത് നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ മുന്നണികളും രാഷ്ട്രീയ നേതൃത്വവും തിരക്കിട്ട ചർച്ചകളിൽ. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് അല്പം മേധാവിത്വമുണ്ടെങ്കിലും കേവല ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം മുതലാക്കാനാണ് മറുപക്ഷത്തിന്റെ തീവ്രമായ ശ്രമം. 39 അംഗ കൌൺസിലിൽ കേവല ഭൂരിപക്ഷത്തിന് 20 സീറ്റുകൾ ലഭിക്കണം. എന്നാൽ ഒറ്റകക്ഷി എന്ന നിലയിൽ 18 അംഗങ്ങളുള്ള CPM-നാണ് ഭൂരിപക്ഷം. BJP 7-ഉം കോൺഗ്രസ് 9-ഉം RMP 4-ഉം വിമത കോൺഗ്രസ് അംഗം 1-ഉം എന്നതാണ് നിലവിലെ കക്ഷിനില. RMPയെ മുന്നിൽ നിർത്തി ഒരു ധാരണ ഉണ്ടാക്കാനാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം ശ്രമം ആരംഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് LDF ഭരിക്കും, LDFന് തന്നെയാണ് മൂന്നാം ഭരണം എന്നൊന്നും അങ്ങനെ ഉറപ്പിച്ചു പറയാനാവില്ല. കാരണം ഈ LDFന് 18 സീറ്റേ ഉള്ളൂ, ഭരണം ലഭിക്കാൻ 20 സീറ്റ് വേണം. അപ്പോൾ പിന്നെ LDF ആണ് ഭരിക്കാൻ പോകുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. LDFന്റെ നീക്കങ്ങൾ എന്താണ് എന്ന് സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. LDFന്റെ മൂന്നാം ഭരണം വരാൻ പോകുന്നു, അങ്ങനെ LDFനെ ഒന്നും ഭരിക്കുവാനുള്ളതായ ഭൂരിപക്ഷമില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത്തരത്തിലുള്ളതായ അടിയന്തര ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുണ്ടാവാം LDFന്റെ. അപ്പോൾ അവരുടെ നീക്കങ്ങൾ ശുശ്രൂഷ നിരീക്ഷിച്ചുകൊണ്ട് ഭാവി പരിപാടികൾ ഞങ്ങൾ ആലോചിക്കും എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. എന്നാൽ ഇതിനോട് കോൺഗ്രസിലെ തന്നെ മറുവിഭാഗത്തിനും നേതൃത്വത്തിനും താൽപര്യമില്ല. RMP സംസ്ഥാന തലത്തിൽ UDF സഖ്യകക്ഷിയാണെങ്കിലും കുന്നംകുളത്ത് തനിച്ചാണ് മത്സരിച്ചത്. 3 സീറ്റുകളുണ്ടായിരുന്ന RMP 1 സീറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഒറ്റയ്ക്ക് മത്സരിച്ച് നേടിയ രാഷ്ട്രീയ അസ്തിത്വം നിലനിർത്തണമെന്നാണ് RMPയിലെ ഒരു വിഭാഗത്തിന്റെ താൽപര്യം. UDFന്റെ ഭാഗത്ത് ചില കരുനീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രാപ്തിയായിട്ടില്ല. നാളെയോടെ ഇക്കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് സൂചന. വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിന്റെ കൌൺസിലറെ മുൻനിർത്തിയും ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ BJPയുടെ നിലപാട് നിർണായകമാകും. സംസ്ഥാനതലത്തിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു വരുന്ന BJPക്ക് തങ്ങളുടെ പാൻ ഇന്ത്യ രാഷ്ട്രീയ ശത്രുവിന് ഗുണപ്രദമാകുന്ന നിലപാട് സ്വീകരിക്കുന്നതിൽ നയപരമായ ബുദ്ധിമുട്ടുണ്ട്. 2015 സമാനമായ എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ നടന്നാൽ പുറമേ നിന്നോ അകന്നു നിന്നോ പിന്തുണ കൊടുക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഇപ്പോൾ പറയണം. തീർച്ചയായിട്ടും ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ച് സംഘടന, സംസ്ഥാന, ജില്ലാ നേതൃത്വവുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഭരണകാര്യമായിട്ടുള്ള തീരുമാനം ഉണ്ടെങ്കിൽ എടുക്കുക. 2015-ലും 2020-ലും കേവല ഭൂരിപക്ഷം നേടാതെ തന്നെ ഭരണം സുഗമമായി കൊണ്ടുപോയിരുന്ന ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. മറുപക്ഷത്തെ നീക്കങ്ങൾ സശ്രദ്ധയോടെ വീക്ഷിക്കുന്ന LDF നേതൃത്വം ആവശ്യമായ രാഷ്ട്രീയ മുൻകരുതൽ എടുത്തിട്ടുമുണ്ട്. അതൊരിക്കലും വർഗീയ ശക്തികളുമായി ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാകില്ല. മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന വ്യക്തികൾക്കോ സംഘടനകൾക്കോ ഒക്കെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്തുണയ്ക്കാൻ കഴിയുന്ന ഒരു സ്പേസ് കുന്നംകുളത്തുണ്ട്. അതുണ്ടാകും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. UDFന്റെ വിചിത്രമായ രാഷ്ട്രീയ സഖ്യത്തിൻ്റെ ഒരു അനുഭവം 2010 മുതൽ 15 വരെ കുന്നംകുളം അനുഭവിച്ചിട്ടുണ്ട്. BJPയും കോൺഗ്രസും RMPയും ചേർന്നുള്ളൊരു കൂട്ടുകക്ഷി ഭരണം 5 വർഷക്കാലം കുന്നംകുളം അനുഭവിച്ചറിഞ്ഞതാണ്. അത്തരമൊരു സാഹസത്തിലേക്ക് വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നു. BJPയാണ് മുഖ്യ ശത്രു എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് BJPയുമായി ചേർന്നുകൊണ്ടൊരു ഭരണത്തിന് നേതൃത്വം നൽകാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ത്യ ഭരിക്കുന്ന BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് എന്ന് അവരും പറയുന്നു. ഇവർ തമ്മിൽ ഒരു ധാരണയോ മുന്നണിയോ ഉണ്ടാക്കിക്കൊണ്ടൊരു നഗരസഭാ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി അവരുടെ രാഷ്ട്രീയ നിലപാടിനെ ബലികഴിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. CPM-ന്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി സൗമ്യ അനിലനും വൈസ് ചെയർമാനായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗവും CITU ഏരിയ ട്രഷററുമായ PG ജയപ്രകാശനുമാണ് മത്സരരംഗത്തുണ്ടാവുക. 21-ാം തീയതി ചെയർമാൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും രാഷ്ട്രീയ നീക്കങ്ങൾ അവസാനിക്കില്ലെന്നാണ് സൂചന. അവിശുദ്ധ സഖ്യത്തിലൂടെ ചെയർമാനും വൈസ് ചെയർമാനും തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പോലും പിന്നീടുണ്ടാകുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്.